കെ കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ ബി.ജെ.പിയിലേക്ക് വന്നേനെ എന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. അച്ഛന്റെ അനുഗ്രഹങ്ങളിൽ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടെന്നും പത്മജ. കെ മുരളീധരൻ കോൺഗ്രസിൽ അനീതി നേരിടുന്നു എന്നും തഴയപ്പെടുന്നു എന്നും പത്മജ വേണുഗോപാൽ മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസ്സിൽ പ്രതികരിച്ചു. പത്മജി കഴിഞ്ഞ തവണ ഇതേ മണ്ഡലത്തിൽ മത്സരിച്ചത് കൈപ്പത്തിയിലായിരുന്നു. ഇത്തവണ മത്സരിക്കുകയാണ്. ഇത്തവണ താമരയിലാണ് മത്സരിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നു? വളരെ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിലെ തമ്മിലടി തീർക്കാൻ തന്നെ വലിയ പാടാണ്. എനിക്കൊന്നും അറിയണ്ട, പാർട്ടി പ്രവർത്തകരെല്ലാം നോക്കിക്കോളും. അവർ പറയുന്ന വഴി കൂടെ അങ്ങ് പോയാൽ മതി. അപ്പം നമുക്ക് ടെൻഷനില്ല, സമാധാനമായിട്ട് വന്ന് കിടന്നുറങ്ങാം. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. NDA സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പരിചയപ്പെടുത്തേണ്ടി വരുന്നുണ്ടോ? ഇല്ല, കാരണം അവരിപ്പോഴും പലരും പറയണത് ഞങ്ങളുടെ ലീഡറെ മോളല്ലേ, ഞങ്ങൾ പാർട്ടിയോ ഒന്നും നോക്കണില്ല, പത്മജിക്ക് ഒരു വോട്ട് എന്നാണ് അവർ പറയുന്നത്. അതൊരു വലിയ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്തായാലും പോയി പ്രവർത്തിക്കാൻ പറ്റില്ല, എന്നാലും അല്ല, ഞാൻ അതിലേക്ക്, കാരണം രാഷ്ട്രീയം വ്യക്തിപരമായിട്ടുള്ളത് വേറെയാണ്. ഞാൻ പാർട്ടിയുടെ ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കണം എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. എന്ന് വെച്ചിട്ട് അദ്ദേഹം തോൽക്കണമെന്നേ ഒരിക്കലും ആഗ്രഹിക്കൂല. അത് എൻ്റെ ചേട്ടൻ എന്നുള്ള നിലയിൽ. ലീഡറുടെ മണ്ണാണ്, ലീഡർ ജീവിച്ചിരുന്നെങ്കിൽ ഒപ്പം ഉണ്ടായേനെ, അനുഗ്രഹിച്ചേനെ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അച്ഛനൊരിക്കലും ഞങ്ങൾ എന്ത് തീരുമാനിക്കണോ അതിൽ കൈയിടാൻ വരാറില്ല. മക്കൾ തന്നോളം പോയാൽ താന്ന് വിളിക്കണം എന്നാണ് അച്ഛൻ പറയുക. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം വെച്ചാൽ നീ ആ വഴിക്ക് പൊക്കോ, നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. കൂടെ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അച്ഛൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. പണ്ട് പാർട്ടി രണ്ടായ സമയത്ത് അച്ഛൻ LDF ആയിട്ട് ചേർന്ന് ഒരിക്കലും ചേരില്ല എന്ന് വിചാരിച്ച ആൾക്കാരായിട്ട് അച്ഛൻ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കാര്യം എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോൾ അച്ഛൻ BJPയിലേക്ക് വന്നേനെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രയും മടുത്തിരുന്നു അച്ഛന് കോൺഗ്രസ്. അച്ഛനും ചേട്ടനും പാർട്ടി വിട്ടപ്പോഴും പാർട്ടി വിടാതിരുന്ന ആളാണ് പത്മജ വേണുഗോപാൽ. ആ നിലയിലുള്ള ഒരു സ്നേഹം പിന്നീട് പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. ദ്രോഹിക്കാനോ നോക്കിയിട്ടില്ല പാർട്ടി. കുടുംബ ബന്ധങ്ങളെ ബാധിച്ചിട്ടുണ്ടോ പാർട്ടി മാറ്റം? എൻ്റെ സഹോദരനെ പറ്റിയല്ലേ മൊത്തത്തിൽ എല്ലാവരും, ആൾക്ക് മാത്രമല്ലേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. മുരളിയേട്ടന് എല്ലാ സ്ഥാനങ്ങളും അവർ കൊടുക്കും, എന്നെ അങ്ങ് തട്ടും. എന്നിട്ട് പറയും, ഓ മുരളിയേട്ടന് കൊടുത്തു, ഇനിയിപ്പോൾ എങ്ങനെയാണ് രണ്ടുപേർ കൂടി തരിക. അപ്പം ഞാനിങ്ങനെ തള്ളപ്പെട്ട് പോവുമായിരുന്നു. കഴിഞ്ഞ തവണ നേമത്ത് മത്സരിച്ചു, അവിടെ പരാജയപ്പെട്ടു. തൃശ്ശൂർ ലോക്സഭയിലേക്ക് മത്സരിച്ചു, പരാജയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നീതി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നീതി കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിനും പ്രശ്നം തന്നെയാണ് അവിടെ. പലരും വഴിയും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. പക്ഷേ പ്രയത്നിക്കുന്ന അതിനുള്ള പ്രതിഫലം ഉണ്ടാവട്ടെ, മികച്ച ഒരു വിജയം തന്നെ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.